മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെയും താബികളുടെയും സലഫുകളുടെയും ഒക്കെ താരീഖുകൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും. നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഗീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും ഗീബത്താകുന്നു. ഗീബത്ത് പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും ഗീബത്താവുക. ഗീബത്ത് പറയരുത്, അത് തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോൾ നമ്മൾ ഗീബത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു പോവുക. ഭാരമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും, എളുപ്പമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് ഭാരവുമാണ്. ആദ്യമായി ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരമാണ്. സൂറത്തുൽ ഇൻശിറാഹിലെ അലം നശ്റഹ് സൂറത്തിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വവദഅനാ അൻക വിസ്റക എന്നാണ്. നബിയെ, നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ? നമ്മൾ ഭയങ്കര ഭാരമാണ്. ഈ ബഹുമാനപ്പെട്ട ഇന്നങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാകുകയാണ്. ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരത്തെയാണ്. നിസ്കാരം മുഅ്മിനിന് എളുപ്പമാണെന്നും മുനാഫിഖിന് ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് റമദാൻ മാസത്തിൽ നോമ്പ് ഓൽക്കുന്ന ആൾക്കാരിൽ നിസ്കരിക്കാത്തവര്. പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നല്ല നോമ്പുള്ള മനുഷ്യന്മാർ പോരും. കാരക്കയും പച്ചവെള്ളവും കുടിച്ച് എല്ലാവരും നോമ്പ് തുറന്നാല് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മൂപ്പർ ഇങ്ങനെ ഒന്നാണ്ട് പുറത്ത് കറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ചാടിക്കാൻ കണ്ടു വരും. നിസ്കരിക്കാൻ തോന്നുന്നില്ല. നിസ്കാരം മുഅ്മിനിന് മാത്രമേ എളുപ്പമുള്ളൂ. സംഗതി 5 മിനിറ്റിൽ താഴെ സമയം വേണ്ടത്. ഓതുണ്ടാക്കാനും നിസ്കരിക്കാനും ഒക്കെ കൂടി 5 മിനിറ്റേ വേണ്ടുള്ളൂ. പക്ഷേ മുഅ്മിനിന് മാത്രമേ അത് എളുപ്പമുള്ളൂ. മുനാഫിക്കിന് അത് ഭാരമാണ്. നിസ്കാരം ഒരു മനുഷ്യന് ഭാരമായി തോന്നുന്നുവെങ്കിൽ അവന്റെ ഈമാനിൽ സംശയിക്കണം. അവന്റെ ഈമാന്റെ പ്രശ്നമാണ്. എന്നാലോ എളുപ്പമാണ് എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഭാരമാണെങ്കിൽ, ഭാരമാണെന്ന് പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പമാണ്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഗീബത്ത് പറയൽ വ്യഭിചാരത്തെക്കാൾ ഭാരമുള്ളതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. പ്രശ്നം ഉണ്ടാക്കല്, ഫിത്ന ഉണ്ടാക്കല് കൊലപാതകത്തെക്കാൾ ഭാരമുള്ളതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. വൃത്തിയാക്കൽ, ശുദ്ധിയാക്കൽ, മരം വെച്ച് പിടിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിയെയാണ്. ഓർമ്മ വരേണ്ടത് തന്നെ, വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നവാഫത്തിനെ ഈമാനുമായി കണക്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നവാഫത്തു മിനൽ ഈമാൻ. വൃത്തി ഈമാനിന്റെ ഭാഗമാകുന്നു. ഗാന്ധിക്ക് അത് കഴിയില്ല. വൃത്തിയെ ഈമാനുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരാത്തത്? ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ കുറേ ഫിലോസഫികൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ നടന്നാൽ ദീനാവില്ല. ദീൻ, ഇസ്ലാം ദീൻ ഒരിക്കലും പ്രമാണങ്ങളല്ല, മുഅ്മിന്റെ വ്യക്തിത്വമാണ്. ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്ന് നമ്മൾ പറയും ചെയ്യാം. നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗവും കൊതു വളർത്തൽ കേന്ദ്രമാവുകയും ചെയ്താൽ ഈ പറഞ്ഞതിനൊന്നും ഒരു അർത്ഥമില്ല. വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് നമ്മൾ പറയാം. എന്നിട്ട് നമ്മുടെ പേരന്റെ ചുറ്റുഭാഗത്തും ചെന്ന് നോക്കിയാൽ കൊതു വളർത്തൽ കേന്ദ്രമാണ്. ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ലാതെ ഏടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുഅ്മിനിന്റെ വ്യക്തിത്വത്തിലുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം. മുഅ്മിനിന്റെ ജീവിതത്തിൽ വേണം. അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ഏടിൽ അങ്ങനെ പലതും ഉണ്ടാവും. ഇസ്ലാം ദീനെ 2 തരത്തിൽ പഠിക്കാൻ പറ്റും. ഒന്ന് ആയത്തും ഹദീസും ഇജ്മാവും ഖിയാസും താരീഖും എല്ലാം പഠിച്ചാൽ ഇസ്ലാം ദീനെ പഠിക്കാം. രണ്ടാമത്തെ ഒരു പഠനമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിച്ചാൽ ഇസ്ലാം ദീനെ മുഴുവൻ കിട്ടും. എളുപ്പമുള്ള പഠനം അതാണ്. അതിലൊന്നും ഒഴിവാവില്ല. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മുഅ്മിനിന്റെ വ്യക്തിത്വത്തിൽ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരുപാട് അകലമുണ്ടായി. സംസാരങ്ങളിൽ വരെ അതുണ്ടായി. നമ്മുടെ സംസാരങ്ങളിൽ വരെ അതുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ട്. അദബാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഘടകം. അദബാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത്. ഒരു വിരുന്നുകാരൻ വന്നാൽ അവനോടുള്ള അദബ്, വിരുന്നു സൽക്കാരം എന്നിവ ഈമാനിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു ഹബീബുനാ റസൂലുള്ളാഹി. മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ഒരാൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ദൈഫഹു, അവൻ വിരുന്നുകാരനെ ബഹുമാനിക്കട്ടെ. ബഹുമാനം എന്ന് പറഞ്ഞാൽ ഖിദ്മത്താണ്. ബഹുമാനിക്കാൻ, ഒരാളെ ബഹുമാനം എങ്ങനെ പ്രകടനത്തിൽ കാണുക? അത് ഖിദ്മത്തിലാണ് കാണേണ്ടത്. ഇന്ന് നമ്മളൊക്കെ സർക്കാർ സൽക്കാരങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ബഫേ സമ്പ്രദായം വന്നു. വിളിച്ചിരുത്തിയിട്ട് വേണമെങ്കിൽ തിന്നോ, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാം. മേശം വെച്ചിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ എടുത്ത് തിന്നോ. ഖിദ്മത്ത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ വിരുന്നുകാരെ ക്ഷണിച്ച് ഇൻസൾട്ട് ചെയ്യരുത്. തയ്യാറുണ്ടാകുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ. ആരെപ്പം അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു? ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ബഫേ സമ്പ്രദായം. വീട്ടുകാരന് ഖിദ്മത്ത് ചെയ്യാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വിരുന്നുകാരെ വിളിക്കേണ്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പുണ്യനബി പറഞ്ഞത് വിരുന്നുകാരനെയാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. ആരാ വിരുന്നുകാരൻ എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ആരിഫാണ്, ആലിമാണ്, വലിയാണ്, എല്ലാം ആണ്. പക്ഷേ മഹാനവറുകളെ 4 കുത്തുബുകളിലെ 1ാം അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർത്തി, അൽ അഖ്താബുൽ അർബയിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലുള്ളത് ഒരു നായയാണ്. ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ വീട്ടിന്റെ മുമ്പിൽ ഒരു ചൊറി പിടിച്ച നായയെ കണ്ടു. അള്ളാഹു എന്നിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ മഹാനവറുകൾ വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂടുണ്ടാക്കിയിട്ട് ആ നായനെ അതിലാക്കി മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുത്തു.
രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോൾ ഉസ്താദിന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂട് കണ്ടവർ അത്ഭുതപ്പെട്ടു. അവർക്ക് ദേഷ്യവും സങ്കടവുമായപ്പോ സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു നായ ഇതാ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നിരിക്കുന്നു. വിരുന്നുകാരൻ്റെ അടിമയാണ് വീട്ടുകാരൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നായ വിരുന്ന് അവസാനിപ്പിച്ചു പോകുന്നത് വരെ ഈ നായക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അൽ അഖ്താബുൽ അർബയുടെ സ്ഥാനത്തേക്ക് ഉയർത്താനുണ്ടായ കാരണമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിരുന്നുകാരൻ അല്ലെങ്കിൽ നായൻ്റെ അടുത്ത് നമ്മൾ കുറേ പഠിക്കാണ്ട്, എല്ലാ മൃഗങ്ങളുടെ അടുത്തുനിന്നും കുറേ പഠിക്കാണ്ട്. നായൻ്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതാണ് ശുക്ർ എന്ന നന്ദി. അത് നായൻ്റെ അടുത്ത് പഠിക്കേണ്ടതാണ്. ഭക്ഷണം കൊടുക്കാൻ മറന്ന് ഗേറ്റ് പൂട്ടിയിട്ട് യജമാനൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കിട്ടാതെ വിശന്ന് കിടന്ന ആ നായ യജമാനെ കണ്ടപാടെ വാലാട്ടും. യജമാനെ കണ്ടപാടെ നായ വാലാട്ടി കാണിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തന്റെ റിസാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെല്ലാവരും കാണുന്നത് നിഅമത്തിനെയാണ്. നിഅമത്തിനെ കാണുന്നതിന് പകരം മുനഇമിനെ കാണാൻ കഴിയണം എന്നാണ്. നിഅമത്തിന് നമുക്കൊരു 10,000 രൂപ കിട്ടി. 10,000 രൂപക്ക് ശുക്ർ ചെയ്യുന്നതിനേക്കാൾ 10,000 രൂപ കൊടുത്തയച്ചവനാണ് ശുക്ർ ചെയ്യേണ്ടത്. നായയിൽ നിന്ന് അനുകരിക്കാൻ പാടില്ലാത്തൊരു സ്വഭാവമുണ്ട്. അത് തന്നെയാണ്. ഒരു കല്ലെടുത്തിട്ട് ഒരു നായനെ എറിഞ്ഞാൽ നായ ഓടിച്ചെന്നാൽ കല്ലുമൊരൊറ്റ കടിയാണ്. നായന്റെ ചാര ഈ കല്ലെന്നെയാണ് എറിഞ്ഞിരിക്കുന്നത്. പിന്നെ അതിങ്ങനെ മേപ്പെട്ടിട്ട് വരുമ്പോൾ പിന്നെയും കടിക്കും. പിന്നെ അതിങ്ങനെ തട്ടിയിട്ട് പിന്നെയും കടിക്കും. നായന്റെ ചാര ഈ കല്ലാണ് എറിഞ്ഞ സാധനം. ആ കല്ലിന്റെ പിന്നിൽ എറിഞ്ഞവനെ കാണാതിരിക്കുന്നു നായ. അങ്ങനെ ചിലപ്പോൾ നമുക്കുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ ഖളായിലുള്ള അദബുകേടാണ് എന്നാണ്. അള്ളാഹു ഒരു മനുഷ്യനൊരു ഖളായിലുള്ള അദബുകേട്. എങ്ങനെ ഖളായിലുള്ള അദബുകേട്? ഖളായിലുള്ള അദബുകേട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖളായിലുള്ള സങ്കടവും വിഷമവും നാട്ടുകാരോടൊക്കെ പറയാം. രണ്ടുണ്ടായി. അസുഖമുണ്ടായി, ഹോസ്പിറ്റലിൽ പോയി, ഭയങ്കര ഇടങ്ങാറായി, വേദനയായി, അരമണിക്കൂർ പല്ല് വേദനയുണ്ടാകുമ്പോഴേക്ക് 23.5 മണിക്കൂറിനെ മറക്കുന്നവരാണ് നമ്മൾ. അരമണിക്കൂറാണ് പല്ലുവേദന. പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറിനെ മറക്കുന്നു. ആശുപത്രിയിൽ പോയിട്ട് വിഷമായി, പൈസ ചിലവായി, എല്ലാ നാട്ടുകാരോടും ഇങ്ങനെ പറയും, ആകെ ഇടങ്ങാറായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പറയും, എന്താ കാട്ട പഠിച്ചവന്റെ ഖളാ അല്ലേ എന്ന്. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ ഖളായിലുള്ള പരാതി സൃഷ്ടികളോട് പറയാം. അത് അള്ളാഹോട് പറയാം, പഠിച്ചവനെ ഞാൻ 5 വക്തും സുബഹിയും കൃത്യമായിട്ട് നിർവഹിച്ചിട്ട് എന്തെന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്? അള്ളാഹുവേ, ഞാൻ നിന്നോട് എത്രമാത്രം ദുആ ചെയ്തിട്ട് എന്തെന്റെ പെരപ്പണി തീരാത്തത്? അള്ളാഹു തആലക്ക് അത് ഇഷ്ടമാണ്. എന്നാൽ ജനങ്ങളോട് പറയാൻ അള്ളാഹുവിന് ഇഷ്ടമല്ല. അദബുകേടിന്റെ ശിക്ഷ രഹസ്യമായിരിക്കുമെന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദബുകേടിന്റെ ശിക്ഷ രഹസ്യം. അള്ളാഹു തആലക്ക് 2 തരത്തിൽ ശിക്ഷ ഉണ്ട്. ഒന്ന് പരസ്യമായ ശിക്ഷയുണ്ട്, ഒന്ന് രഹസ്യമായ ശിക്ഷയുണ്ട്. അള്ളാഹുവിന്റെ പരസ്യമായ ശിക്ഷകളാണ് രോഗങ്ങൾ. മിക്കവാറും എയ്ഡ്സ് ശിക്ഷാരോഗമാണ്, ക്യാൻസർ ശിക്ഷാരോഗമാണ്, കുഷ്ഠം ശിക്ഷാരോഗമാണ്, പനി വരെ അള്ളാഹു മനുഷ്യന് ശിക്ഷയായി നൽകും. അത് പരസ്യമായ ശിക്ഷയാണ്. എന്നാൽ അള്ളാഹുവിന്റെ രഹസ്യമായ ശിക്ഷയുണ്ട്. അത് അദബുകേടിനുള്ള ശിക്ഷയാണ്. പരസ്യമായ ശിക്ഷയല്ലാത്ത രഹസ്യമായ ശിക്ഷ 3 തരത്തിലാണ്. ഒന്നാമത്തേത് ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷെ നടക്കണില്ല. റമദാൻ മാസത്തിൽ 30 ദിവസം തറാവീന് പോകണമെന്ന് കരുതിയതാണ്, പക്ഷെ പോകാൻ പറ്റുന്നില്ല. അദബുകേടിനുള്ള ശിക്ഷയാണ്. ഇബാദത്തുകൾ ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷെ നടക്കണില്ല. രണ്ടാമത്തേത് ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് തോന്നുന്നു, പക്ഷേ നടക്കണില്ല. മൂന്നാമത്തേത് ദുആ ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷേ നടക്കണില്ല. ഇത് 3 അദബുകേടിന്റെ ശിക്ഷ. ഉസ്താദിനെ നിസ്സാരമാക്കലാണ് ഏറ്റവും വലിയ അദബുകേട് എന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ ശിഷ്യൻ എഴുതിയ അയ്യുഹൽ വലദ് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. അദബുകേട് ഏറ്റവും വലുത് ഉസ്താദിനോട് ചെയ്യുന്ന ഖാലൻ നബി മൻ ഖഫഫൽ ഉസ്താദ സലാസ ബൽവാ ഖദ് ബലത്തിൽ മീദാ അവ്വലുഹാ നിസ്യാനു മാ തഅല്ലമ മിൻഹു വഫൗതുർ റിസ്ഖി സൂഉൽ ഖാതിമ. ഒരാൾ ഉസ്താദിനെ നിസ്സാരമാക്കിയാൽ 3 ശിക്ഷകൾ ദുനിയാവത്തെ ആഖിറത്തിലേ പറഞ്ഞേ. ദുനിയാവെന്ന് 3 കാര്യം അവൻ അനുഭവിക്കണം. ഒന്ന് നിസ്യാനു മാ തഅല്ലമ, പഠിച്ചത് മറക്കും. നിസ്യാനു മാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറക്കും. പഠിച്ചത് മറക്കാന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ജയിക്കൂല എന്നല്ല അതിന്റെ അർത്ഥം.